അപ്പോ മനസ്സിലായില്ലേ, അവരുടെ പ്ലാൻ മനസ്സിലായില്ലേ? പക്ഷേ ഇപ്പൊ ഒരു 100-98% പേരും അവരുടെ ഉള്ളോട് പറഞ്ഞിട്ടുണ്ടാവും, ഇല്ല നടക്കൊന്നുമില്ല, പിന്നെ അവന് ഭ്രാന്താണ്. അപ്പൊ അവരോട് പറയാൻ, നിങ്ങൾ അവരുടെ അടിമകളായി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ യജമാന്മാരായി കഴിഞ്ഞു അവര്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണണമെന്നില്ല, യു ക്യാൻ സ്കിപ്പ് ദിസ് വീഡിയോ. മനുഷ്യർക്ക് ഈ വീഡിയോ കാണാം, എലികൾക്ക് ഈ വീഡിയോ കാണണ്ട. മനുഷ്യർ ഈ വീഡിയോ ഒന്ന് കണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. വേറൊന്നുമല്ല, അടുത്ത ഇലക്ഷൻ 2026 ഇലക്ഷനിൽ എന്തായാലും LDF മാറും, വേറൊരു പാർട്ടി വരും, അല്ലെ, ഏതെങ്കിലും ഒരു പാർട്ടി വരും. പക്ഷെ ആ ഒരു പാർട്ടിയും ആ ഒരു സുപ്രീം അതോറിറ്റിയുടെ കയ്യിൽ വെറും കളിപ്പാവകൾ മാത്രമായിരിക്കും. കാരണം അവർക്ക് യാതൊരു വിദ്യാഭ്യാസവും ഇല്ല, അറിവില്ല, ഒന്നുമില്ല, നോളജ് ഇല്ല, അല്ലെ. ഒരു ഫോൺ പോലും മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ അറിയാൻ പറ്റാത്ത വയസ്സന്മാരല്ലേ നമ്മുടെ പൊളിറ്റീഷ്യൻസ് എല്ലാം. അപ്പോ അവർക്ക് എങ്ങനെ ഇത്ര ഇന്റലിജൻസ് ആയിട്ട് നമ്മുടെ എലോൺ മസ്കിന്റെ ഒക്കെ പദ്ധതികൾ മനസ്സിലാക്കി ചിന്തിച്ച് ചെയ്യാൻ പറ്റും? അവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരെ 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 എക്സിക്യൂട്ട് ചെയ്യും അവരുടെ ആ ഒരു പ്ലാൻ. നമ്മുടെ ഈ ഭൂമി ഞാൻ കുറച്ചും കൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഭൂമി ഭരിക്കുന്ന ആൾക്കാരെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ആദ്യമുള്ളത് ഓണ്ടർപ്രണേഴ്സ് ആണ്. ഓക്കെ, ഓണ്ടർപ്രണേഴ്സിന് മുമ്പിലും ഒരാളുണ്ട്, അവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു അൺനോൺ പേഴ്സണാലിറ്റീസ്. പക്ഷെ ആ ഒരു ശതമാനം പേര് ഓണ്ടർപ്രണേഴ്സ് ആണ്. അതായത് അമേരിക്ക അതുപോലത്തെ വലിയ വലിയ രാജ്യങ്ങൾ, എലോൺ മസ്ക്, ബിൽ ഗേറ്റ്സ്, സുക്കർബർഗ്, ജെഫ് ബെസോസ്, ഇവരൊക്കെയാണ് ആ ഒരു വെൽ നോൺ ഓണ്ടർപ്രണേഴ്സ്. അതായത് പുറത്തുനിന്ന് നമ്മൾ കാണുമ്പോൾ ഭരിക്കുന്ന ആൾക്കാർ. അതിനുശേഷമുള്ളത് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ അത്ലറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം സേഫ്റ്റി ആയിരിക്കും. ഓക്കെ, പിന്നെ ഉള്ളത് ഇവരുടെ കളിപ്പാവുകളായിരിക്കും നമ്മുടെ പൊളിറ്റീഷ്യൻസ്, ഇവിടെയുള്ള സിനിമ ആക്ടേഴ്സ്, ഇവിടെയുള്ള ബിസിനസ് ആൾക്കാരുകൾ. അതായത് നമ്മളെ കൊല്ലാൻ വേണ്ടി അവർ ഉപയോഗിക്കും ആ ഒരു ബിസിനസ് ആൾക്കാർ, എല്ലാവിധ ബിസിനസ്സും. ഇവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം വേറൊന്നുമല്ല, പോപ്പുലേഷൻ കുറക്കണം. പോപ്പുലേഷൻ കുറച്ച് 800 കോടി പോപ്പുലേഷൻ ഉണ്ട് ഇവിടെ. അത് ഇതിന് 100 കോടി ആക്കണം. ഓക്കെ, അത്രയും കുറക്കാൻ വേണ്ടിയാണ് ഇവർ കൊറോണ കൊണ്ടുവരുന്നത്, നമുക്ക് ആന്റിബയോട്ടിക്സ് കൊണ്ടുവരുന്നു, നമ്മുടെ ശരീരം നശിപ്പിക്കാൻ വേണ്ടി പെസ്റ്റിസൈഡ് ആണെങ്കിൽ ഭക്ഷണം കഴിപ്പിക്കുന്നു, ശുദ്ധവായു ഇല്ലാതെ നമ്മളെ ശ്വാസം മുട്ടിക്കുന്നു, അതോടൊപ്പം തന്നെ വെള്ളത്തിൽ പോലും ക്ലോറിൻ എന്നുള്ള വിഷം കലക്കി തരുന്നു, പീഡിപ്പിക്കുന്നു, അല്ലെ. സെക്ഷൽ വൈറ്റൽ ഫ്ലൂയിഡ് ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ പ്രോണിലേക്ക് അഡിക്റ്റ് ആയി, നമ്മുടെ യങ്സ്റ്റേഴ്സ് എല്ലാം പ്രോണിൽ അഡിക്റ്റ് ആയി, അവർക്ക് യാതൊരു ലൈഫ് വാല്യൂസ് ഇല്ലാതെ പരസ്പരം പീഡിപ്പിക്കുന്നു. ഇതെല്ലാം അവരുടെ കളികളാണ്. ഇവരുടെ കളികള് നമ്മൾ പക്ഷെ സ്റ്റോപ്പ് ചെയ്യണം, അല്ലെ. കാരണം നമ്മൾ ആരുടെയും കളിപ്പാവുകളല്ല, ഞങ്ങൾ ആരുടെയും കളിപ്പാവുകളല്ല. ഓക്കെ, നിങ്ങളെ ആ ഒരു കളിപ്പാവുകളാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പക്ഷേ ഡാം പൊട്ടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെലികോപ്റ്ററോ വിമാനമോ ഒന്നും ഇല്ലാത്ത ആൾക്കാരെല്ലാം ഇവിടെ മുങ്ങിച്ചാവും. അതായത് സാധാരണ മനുഷ്യർ, യാതൊരു ബിസിനസ് ആൾക്കാരോ അല്ലെങ്കിൽ സിനിമ നടന്മാരോ ഒന്നും ചാവില്ല. അവർക്കെല്ലാം പല സ്ഥലങ്ങളിൽ വീടും കാടും എല്ലാം ഉണ്ട്. അപ്പോ നമ്മളെ തന്നെയാണ് അവർ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. അതായത് നമ്മൾ പാവപ്പെട്ട ആൾക്കാരെയാണ് അവർ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഓക്കെ.